ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെബ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പ് ഫോർ ബിഗിനേഴ്സ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് റിയൽ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണ് ഫോട്ടോഷോപ്പിൽ ഇമേജ് എഡിറ്റ് ചെയ്യുക, ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അങ്ങനെ ഒരുപാട് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ നമുക്ക് പേഴ്സണൽ ലൈഫിൽ ഒരുപാട് വരും. നമുക്ക് ഫോട്ടോഷോപ്പിൽ കുറച്ച് ടൂൾസ് അറിഞ്ഞിരുന്നാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അത്തരം ബേസിക് ആയിട്ടുള്ള ടൂൾസാണ് ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത ശേഷം പിന്നെ ന്യൂ എടുക്കുക. നമ്മൾ ഇമേജ് ഒന്നും എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതലാണെങ്കിൽ നമ്മൾ ന്യൂ എടുക്കുക. ന്യൂ ഡോക്യുമെന്റ് എടുക്കുമ്പോൾ എത്ര സൈസ് ചോദിക്കും. ഇതിലൊരുപാട് സൈസ് ഉണ്ട്. A4 ഷീറ്റിൻ്റെ, അങ്ങനെ ഫോട്ടോൻ്റെ സൈസ് ഉണ്ടാവും, ഇങ്ങനെ ലാൻഡ്സ്കേപ്പ്, ഡിഫാൾട്ട്, പ്രിന്റിൻ്റെ സൈസ് ഉണ്ടാവും, ലെറ്റർ, അങ്ങനെ A4, പിന്നെ ആർട്ട്, ഇല്ലുസ്ട്രേറ്റർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുണ്ട്, കോമൺ ഓരോ സൈസുകൾ, മൊബൈൽ ഉണ്ടാക്കാനുണ്ട്. നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള A4 എടുക്കുക, A4 ആണ് എടുക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈസ് എല്ലാം ചേഞ്ച് ചെയ്യാം. നമുക്ക് ഏത് പിക്സലോ ഇഞ്ചസോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമുക്ക് കസ്റ്റം വിഡ്ത്തും ഹൈറ്റ് എല്ലാം കൊടുക്കാം. അതുപോലെ റെസൊല്യൂഷൻ, റെസൊല്യൂഷനാണ് ഇമേജിൻ്റെ ക്ലാരിറ്റി തീരുമാനിക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വെച്ചാൽ നമുക്ക് സ്മാൾ ഫയൽ കിട്ടും, കൂടുതൽ വെച്ചാൽ വലിയ ഫയലായിട്ടാവും കിട്ടുക, നല്ല സൈസ് ഉണ്ടാവും. പിന്നെ കളർ മോഡ് ഏതാ വേണ്ടത്, ബാക്ക്ഗ്രൗണ്ട് ഏതാണ്ട് ഞാനിപ്പോൾ ഡിഫോൾട്ടായിട്ട് A4 ചെയ്യാണ്, A4 സൈസിൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് വരിക. ഈ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ക്യാൻവാസ്, നമ്മൾ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാന്നാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനൊരു ടൂൾ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കർസർ ഇങ്ങനെ മാറും. ഇത് നമ്മൾ അത് ക്യാൻവാസിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഡിഫോൾട്ട് വരും. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവും ലേയേഴ്സ് പറഞ്ഞൊരു വിൻഡോ. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണ് എഴുതേണ്ടത് വെച്ചാൽ അത് എഡിറ്റ് ചെയ്യാം. വെബ് മലയാളം ടൈപ്പ് ചെയ്യാം. കണ്ടോ, ടൈപ്പ് ചെയ്ത് പുറത്ത് ക്ലിക്ക് ചെയ്താൽ അത് സെലക്ഷൻ പോവും. പിന്നെ നമുക്ക് സ്പേസ് എന്തെങ്കിലും ഇടണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്താൽ ആദ്യം പിന്നെ ഈ സിമ്പിൾ ഉള്ളതാണ്. ഇത് നമുക്ക് ടെക്സ്റ്റിനെ മുകളിൽ നിന്ന് താഴേക്ക് അങ്ങനെ തിരിക്കാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ, താഴ്ന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. പിന്നത്തത് ഇതാണ്, ഇത് ഫോണ്ട് ഫാമിലിയാണ്. നമുക്ക് ഏരിയൽ നിന്നാണ് ഡിഫോൾട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓരോന്ന് മാറ്റുമ്പോഴും ഫോണ്ട് ചേഞ്ച് ആയി വരും നമുക്ക്. പിന്നത്തത് റെഗുലർ, ബോൾഡ്, നാരോ. നമുക്ക് കട്ടി വേണമെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ കട്ടി കൂട്ടാം. പിന്നത്തെ വരുന്നത് അതിൻ്റെ സൈസ് കൂട്ടാനുള്ളതാണ്. വേണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ കൂട്ടാം. പിന്നത്തെ അത് അങ്ങനെ ഷാർപ്പ്, ക്രിപ്സ്, സ്ട്രോങ് അങ്ങനെ മാറ്റാം. പിന്നെ ഈ മൂന്നെണ്ണം അലൈനാണ്. ഇത് അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, റൈറ്റ്, അങ്ങനെ വരുന്നത്. പിന്നെ ഇതാണ് ഇമ്പോർട്ടൻ്റ്, കളർ ചേഞ്ച് ചെയ്യാം. നമുക്ക് കളർ ക്ലിക്ക് ചെയ്താൽ ഇത് വരും, കളർ പാലറ്റ് വരും. അതിനൊരു കളർ എടുക്കുക, ഓക്കെ കൊടുത്താൽ ആ കളറായി വരും. ടെക്സ്റ്റ് റാപ്പ് ചെയ്യാനുള്ള അങ്ങനെ കുറച്ച് ഇതാണ്. പിന്നെ കുറച്ച് സെറ്റിങ്സ് ഉള്ള ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കുറച്ച് ഒപ്പാസിറ്റി കുറച്ച് നമ്മൾ ഷാഡോ പോലെയൊക്കെ ആക്കില്ലേ ടെക്സ്റ്റ്, അത് കൊടുക്കണമെങ്കിൽ ഇതിൽ പോയിട്ട് ഒപ്പാസിറ്റി കുറച്ചാൽ മതി. കണ്ട, കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരും.
പിന്നെ അങ്ങനെ കുറച്ച് സെറ്റിങ്സ് ഇവിടെ ഉണ്ട് ടെക്സ്റ്റിൻ്റെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ടെക്സ്റ്റിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഓരോന്ന് എടുത്തിട്ട് എല്ലാ ടൂളും ഇങ്ങനെ ചെക്ക് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിന് ടെക്സ്റ്റിന് പൊസിഷൻ മാറ്റണം. പൊസിഷൻ കുറച്ച് താഴത്തേക്ക് മാറ്റണമെങ്കിൽ ഇതാണ്, ഈ ടൂളാണ് നമ്മളെ മൂവ് ടൂള്. അതതിൻ്റെ മുകളിൽ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അതിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. മൗസ് ക്ലിക്ക് ചെയ്തിട്ട് വലിച്ചാൽ മതി. ഇതാണ് ടെക്സ്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കൺട്രോൾ എസ് അമർത്തിയാൽ നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ഏത് പാത്ത് ഏത് ഫോൾഡർ സേവ് ചെയ്യിച്ചാൽ അവിടെ സേവ് ചെയ്യുക. ഫയലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ ടൈപ്പ് ഉണ്ട്. ഇത് ഫോട്ടോഷോപ്പിലെ ഡീഫോൾട്ട് ടൈപ്പാണ്. ഈ PSD സേവ് ചെയ്താൽ നമുക്ക് ബാക്കി പിന്നെ ഫ്യൂച്ചറിൽ എഡിറ്റ് ചെയ്യണമെങ്കിലെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ JPGയോ അല്ലെങ്കിൽ PNG ആയി കൊടുക്കണം. JPയിലുള്ള വ്യത്യാസം ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വന്ന് കിടക്കും വൈറ്റ് കളറ്. PNGയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഷേപ്പ് കിട്ടും ഇമേജ്. പിന്നെ ഇതിൽ PSD ആക്കി സേവ് ചെയ്യാം, കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അങ്ങനെ പല ഇതുമുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു ഇമേജ് എടുത്തിട്ട് നോക്കാം. അതിന് ഫയലിൽ പോയിട്ട് നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇമേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ പോവുക. എന്നിട്ട് ആ ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വരും. നമ്മൾ സാധാരണ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇമേജിൻ്റെ കളർ കൂട്ടുക, ബ്രൈറ്റ്നെസ് കൂട്ടുക. അതിന് വേണ്ടത് ഈ ഇമേജ് എന്നുള്ള മെനുവിന് പോവുക, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് പോവുക, ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അത് നമുക്ക് കൂട്ടും കുറച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് കൂടും, നമുക്ക് കളർ കൂട്ടാൻ പറ്റും. ഇങ്ങനെ അതിൻ്റെ കോൺട്രാസ്റ്റും കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് ഇനി ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോഷോപ്പ് ഒരു ഓട്ടോമാറ്റിക് ഒരു കളറിൽ എത്തിച്ചേരും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇമേജിൻ്റെ ചിലപ്പോൾ വേണം ചെറുതാക്കേണ്ടി വരും, വലുതാക്കേണ്ടി വരും. അതിനെല്ലാം ഇമേജ് പോവുക, എന്നിട്ട് ഇമേജ് സൈസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സൈസ് ഉണ്ട്, അതിങ്ങനെ വേണം കൂട്ടണമെങ്കിൽ കൂട്ടി കൊടുത്താൽ മതി, കുറയ്ക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. പിന്നെ ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഡ്ത്ത് കൂട്ടുമ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോയിൽ ഹൈറ്റും വരും. നിങ്ങൾക്ക് അത് വേണ്ട, വിഡ്ത്ത് മാത്രം മതിയെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് അതിനെ കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ വേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഇമേജിൽ വേറെ ടൂൾസ് കാണിച്ചു തരാം. ഇമേജ് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പലതും ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ. അതാണ് ഇമേജിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇമേജിൻ്റെ മുകളിൽ ടെക്സ്റ്റ് വേണമെങ്കിൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്താൽ മതി. നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ വേറെ കുറച്ച് ഇതെടുത്തിട്ട് ടൂൾ കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരാം. പുതിയൊരു ന്യൂ ഫയൽ എടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുക്കുക. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ചതുരോ വട്ടം എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ ടൂളാണ്. റെക്റ്റാങ്കിൾ പറഞ്ഞാൽ ഇങ്ങനെ വലിച്ച് ഇട്ടാക്കുക. പിന്നെ ഇവിടെ ഉണ്ട് ഈ കളറ് നമുക്ക് അതിൽ കൊടുക്കണമെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്താൽ മതി. നമുക്ക് ഈ അടിയിലുള്ള കളർ അതിൽ വരും. വട്ടം വരയണമെങ്കിൽ ഇത് ഉപയോഗിച്ച് വട്ടം വരഞ്ഞ ശേഷം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്താൽ മതി.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൻ്റെ ഒരു ഭാഗം മുറിച്ച് കൊടുക്കണമെങ്കിൽ മുറിച്ച് കൊടുക്കേണ്ട ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ടൂള് നല്ല ഉപയോഗമുള്ള ടൂളാണ്, ലേസർ ടൂള്. അത് വെച്ചിട്ട് മുറിക്കേണ്ട ഭാഗം വരയുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. പിന്നെ ഒന്നും ചെയ്യേണ്ടത്, നമ്മളെ ഈ ലെയർ ഇവിടെ ഉണ്ട്, അത് ലോക്കാണെങ്കിൽ എനേബിൾ ആക്കണം, എന്നാലും അതൊക്കെ വർക്കാവുള്ളൂ. എന്നിട്ട് വരഞ്ഞിട്ട് ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ മുറിഞ്ഞു പോകും. പിന്നെ ഉള്ളത് ക്രോപ്പാണ്. അത് ഞാൻ ലാലേട്ടൻ്റെ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരു ഹൈഡ് ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ലെയർ ടെക്സ്റ്റ് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ. പിന്നെ ക്രോപ്പ് നമുക്ക് മുഖം മാത്രം വേണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ആ പൊസിഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുത്താൽ അത്രയും ഭാഗം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ടൂള് ബ്രഷാണ്. നമുക്ക് വരയാൻ പറ്റും. നിങ്ങളിവിടെ ലെയർ ഇങ്ങനെ വരും, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആ ലെയർ സെലക്ട് അല്ലെങ്കിൽ സെലക്ട് ആക്കി കൊടുക്കണം. പിന്നെ നമ്മളിവിടെ പുതിയ ലെയർ ഇങ്ങനെ വരയാൻ പറ്റും, എടുക്കാൻ പറ്റും. പിന്നെ ഫോൾഡർ വേണമെങ്കിൽ ഫോൾഡറൊക്കെ ആക്കാൻ പറ്റും, നമ്മൾ ഓരോ ഡിസൈൻ ഫോൾഡറൊക്കെ ആക്കാൻ പറ്റും. ആവശ്യമില്ലാത്ത നമ്മൾ ഡിലീറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയുള്ള എറേസ് ടൂൾ ഉണ്ട്, നമ്മൾ മായ്ക്കാം. പിന്നെന്നുള്ള ഗ്രേഡിയൻ്റ് ആണ്, അത് നമുക്ക് മറ്റേ ഫയൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം അങ്ങനെ ഒരു കളറിൽ നിന്ന് തുടങ്ങി വേറൊരു കളർ കൊടുക്കണമെങ്കിൽ ഗ്രേഡിയൻ്റ് ടൂൾ ഉണ്ട്, അത് കൊടുത്താൽ മതി. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഒറ്റ വലിക്കുക, ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഈ കളർ മാറ്റി കൊടുക്കാം. സ്റ്റാർട്ടിങ് കളർ ഇപ്പോൾ ഇത് നീല മതിയെങ്കിൽ നീല കൊടുക്കാം, ഓക്കെ കൊടുക്കുക. രണ്ടും കൂടി മാച്ചായിട്ടുള്ള കളർ, ഇങ്ങനത്തെ കളർ കിട്ടും. പിന്നെ പെൻ ടൂൾ ഇത് നമുക്ക് കട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുക. സൂം ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇമേജ് വലിച്ച് അങ്ങനെ ആക്കുന്ന ഹാൻഡ് ടൂൾ ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഫോട്ടോഷോപ്പ് കാര്യങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു, ബൈ.